ഓക്കെ, അത് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ വരുന്നത് നോക്കാം. അതായത് ആദ്യം നമുക്ക് അറിയാം പ്ലേറ്റിൻ്റെ തിക്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ 10 mm ആണെന്നറിയാം. അതുമാതിരി ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിൻ്റാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ അതിലുള്ള ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തിക്നെസ് ഓഫ് പ്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അൺമീൻസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഡയമീറ്റർ ഓഫ് ദി റിവേറ്റീവ് കണ്ടുപിടിക്കാം. ഓക്കെ, ഡയമീറ്റർ ഓഫ് ദി റിവേറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണമാതിരി തന്നെ D = 6√T. അതിൽ നിന്ന് 6√10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നിയർലി 80.9 mm കിട്ടും. അതിന് നമ്മൾ സ്റ്റാൻഡേർഡ് ഡയമീറ്റർ ആക്കി എടുക്കുമ്പോൾ 20 mm നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് അതിൻ്റെ ഡയമീറ്റർ ഓഫ് ദി റിവേറ്റീവ് കിട്ടും. ഓക്കെ, ഇനി ഡയമീറ്റർ ഓഫ് ദി റിവേറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് കാണണമെന്ന് വെച്ചാൽ ലോഞ്ചിറ്റ്യൂഡിനൽ പിച്ച്, അതായത് P = 3D എന്ന് കിട്ടും. അതായത് 3 × 20 നമുക്ക് എന്ത് കിട്ടും, 60 mm കിട്ടും. ഓക്കെ, അപ്പോൾ പിയും കിട്ടി, ലോഞ്ചിറ്റ്യൂഡിനൽ പിച്ച് കിട്ടി. ഇനി നെക്സ്റ്റ് മാർജിനൽ ഡിസ്റ്റൻസ് M = 1.5D, അതായത് 1.5 × 20, അത് നമുക്ക് 30 mm എന്നുള്ള എന്ത് കിട്ടും, നമുക്കതിൻ്റെ മാർജിനൽ ഡിസ്റ്റൻസ് M കിട്ടും. ഓക്കെ, ഇനി ഇതിൽ ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്ട്രാപ്പ് ബഡ് ജോയിൻറ്റിൽ നിന്ന് ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിൻ്റ് ആകുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെടുക്കേണ്ട നമ്മൾ സ്ട്രാപ്പിൻ്റെ തിക്നെസ്, അതായത് കവർ പ്ലേറ്റിൻ്റെ അല്ലെങ്കിൽ സ്ട്രാപ്പ് പ്ലേറ്റിൻ്റെ തിക്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ T2 = 0.8T ആണ് എടുക്കേണ്ടത്. ഓക്കെ, അതായത് 0.8 × T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്നെസ് ഓഫ് ദി പ്ലേറ്റ്. ഓക്കെ, അപ്പോൾ 0.8 × 10 എന്ന് പറയുമ്പോൾ 8 mm എന്നുള്ളതാണ് നമുക്ക് എന്ത് കിട്ടുക, T2 കിട്ടുക. അപ്പോൾ അതിൽ ഈ ഒരു റിലേഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. അതായത് മറ്റേതിൽ നമ്മൾ എടുത്തിരുന്നത് എന്തായിരുന്നു, T1 = അതായത് സ്ട്രാപ്പിൻ്റെ തിക്നെസ് പറഞ്ഞാൽ 1.125T ആണ് എടുത്തിരുന്നത് വെച്ചാൽ ഇതിൽ നമ്മൾ ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിൻ്റ് ആകുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് എന്താ വെച്ചാൽ T2 = 0.8T. അപ്പോൾ ആ രണ്ട് കവർ പ്ലേറ്റ് വെക്കണതിൻ്റെ അല്ലെങ്കിൽ സ്ട്രാപ്പിൻ്റെ ഓരോന്നിൻ്റെ തിക്നെസ് പറഞ്ഞാൽ നമുക്ക് എന്താക്കി കിട്ടും, 8 mm എന്നുള്ളത് കിട്ടും. അപ്പോൾ T2 = 0.8T. ഇത് മാത്രമാണ് അതിൽ നിന്നുള്ള ഒരു ഡിഫറൻസ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഫിഗറിലേക്ക് പോയിട്ട് അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, ഇതിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. ഫ്രണ്ട് വ്യൂ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ഫിഗറിൽ വരച്ച മാതിരി തന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്ലേറ്റ്, അതായത് ഈ ഒരു പ്ലേറ്റും ഈ ഒരു പ്ലേറ്റും നമ്മൾ എന്ത് ചെയ്യുക, വരയ്ക്കുക. അതായത് ഈ 4 പാരലൽ ലൈൻസ്, അതായത് നമുക്ക് എന്ത് ചെയ്യണം, 2 കവർ പ്ലേറ്റ് ഉണ്ടായിരിക്കും, പിന്നെ ഇവിടെ 2 പ്ലേറ്റ്സ് ജോയിൻ ചെയ്യുന്ന പ്ലേറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരു സെൻറ്റർ ആക്സിസ്, ഇവിടെ സെൻറ്റർ ആക്സിസ് ഇടുക. അതേമാതിരി ആ സെൻറ്റർ ആക്സിസിൽ നിന്ന് ഈ പ്ലേറ്റുകൾ ജോയിൻ ചെയ്യണ അത് നടുവിലേക്ക് എന്ത് ചെയ്യുക, M ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. അതിൽ നിന്ന് നെക്സ്റ്റ് റിവറ്റിൻ്റെ ഹെഡിൻ്റേക്കുള്ള M എന്നുള്ളത് മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ലൈൻസ് ഈ ലൈന് വരച്ചിടുക. അങ്ങനെ 4 ലൈൻസ് നമ്മൾ വരയ്ക്കുക. ഓക്കെ, 4 ലൈൻസിൽ തിക്നെസ് പറഞ്ഞാൽ ഇത് T2, ഈ സ്ട്രാപ്പും T2, നടുവത്തെ പ്ലേറ്റിൻ്റെ T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.8T. അതായത് ഇതിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് 8 mm ആണ്. അപ്പോൾ ആ അളവിൽ നമുക്ക് എന്ത് ചെയ്യുക, വരച്ച് ഇത് കംപ്ലീറ്റ് ചെയ്യുക. വരച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേറ്റിൻ്റെ എൻഡുകൾ എന്ത് ചെയ്യുക, സ്ട്രാപ്പ് കവറിൻ്റെ എൻഡുകൾ 10 ഡിഗ്രി ചാംഫർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ സൈഡും ആ സൈഡും. അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ആ പ്ലേറ്റുകളുടെ എൻഡ് കറക്റ്റായി മാർക്ക് ചെയ്തു. പിന്നെ ഈ പ്ലേറ്റുകളുടെ എൻഡിക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ M തന്നെയാണ്. ഓക്കെ, ഈ M ഈ എൻഡിക്കും മാർക്ക് ചെയ്യാം. പിന്നെ 10 ഡിഗ്രി ചാംഫർ ഇവിടെ അടയാളപ്പെടുത്താം. ഇനി നമ്മൾ യൂഷ്വലി ചെയ്യുന്ന മാതിരി തന്നെ എന്ത് ചെയ്യുക, ഒരു സ്നാപ്പ് ഹെഡ് വരയ്ക്കാം. അതായത് ഈ സ്നാപ്പ് ഹെഡ് വരയ്ക്കുക, ഇപ്പുറത്തും വരയ്ക്കുക, ഈ സൈഡിലും സ്നാപ്പ് ഹെഡ് വരച്ച് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, ആ സ്നാപ്പ് ഹെഡ് വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ഫസ്റ്റ് സ്നാപ്പ് ഹെഡ് വരച്ച ആ പ്രൊസീജിയറിൽ തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യുക, ആ ബൈസെക്ടറൊക്കെ എടുത്ത് ആ രീതിയിൽ തന്നെ വേണം ഇത് വരച്ച് കംപ്ലീറ്റ് ആക്കുക. നിങ്ങൾ പ്രോപ്പർ ടൂൾസ് ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്നാപ്പ് ഹെഡ് കറക്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വരച്ച്
പ്രൊസീജിയർ വരച്ചാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫ്രീ ഹാൻഡ് ആയിട്ടൊന്നും വരയ്ക്കാൻ പാടില്ല, കറക്റ്റായിട്ട് തന്നെ മെഷർമെൻറ്റ് എടുത്തിട്ട് തന്നെ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ സ്നാപ്പ് ഹെഡ് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ ആ പ്ലേറ്റുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഹാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പ്ലേറ്റ് ഇതേമാതിരി ഹാച്ച് ചെയ്യുക, ഈ സൈഡിലുള്ള പ്ലേറ്റ് നേരെ ഓപ്പോസിറ്റ് ഹാച്ച് ചെയ്യുക. അതേമാതിരി തന്നെ എന്ത് ചെയ്യുക, സ്ട്രാപ്പ് കവറിൻ്റെ പ്ലേറ്റ്സ് എന്ത് ചെയ്യുക, ഹാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ഈ രീതിയിൽ ഹാച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയും വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ ടോപ്പ് വ്യൂ എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. ടോപ്പ് വ്യൂ സിമിലർലി, ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സിംഗിൾ സ്ട്രാപ്പ് വരച്ച മാതിരി തന്നെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ കവർ പ്ലേറ്റും കൂടി ബോട്ടം സൈഡിൽ വന്നു എന്ന് മാത്രം. അത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ കൃത്യമായിട്ട് ഇതേമാതിരി മാർക്ക് ചെയ്യണം. അതായത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ ആക്സിസുകൾ എന്ത് ചെയ്യുക, കറക്റ്റ് പ്രൊജക്റ്റ് ചെയ്യുക, സെൻറ്റർ പ്രൊജക്റ്റ് ചെയ്തിടുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സിമിലർലി എന്ത് ചെയ്യുക, ഇതിൻ്റെ ഇവിടെ നിന്ന് ഈ സെൻറ്ററിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തതിന് ശേഷം സാധാരണ വരയ്ക്കുന്ന മാതിരി തന്നെ റിവറ്റിൻ്റെ ഹെഡ്, സ്നാപ്പ് ഹെഡ് വരച്ച് കംപ്ലീറ്റ് ആക്കുക. ഉള്ളിൽ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ഹിഡൻ ആയിട്ട് കാണിക്കുക, ഇപ്പുറത്തും അതേമാതിരി തന്നെ കാണിക്കുക. പിന്നെ നമ്മളെന്ത് ചെയ്യുക, ഇവിടുന്ന് 3D, അതായത് പി എന്നുള്ള അളവ് എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക, ഇവിടെ മാർക്ക് ചെയ്യുക. അതിലും നമ്മളെന്ത് ചെയ്യുക, സ്നാപ്പ് ഹെഡും ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ഹിഡൻ ആയിട്ട് കാണിക്കുക. ഇവിടെയും പി 3D എന്നുള്ള മാർക്ക് ചെയ്യുക, ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററും കാണിക്കുക. അതേമാതിരി റിവറ്റിൻ്റെ ഹെഡിൻ്റെ, സ്നാപ്പ് ഹെഡിൻ്റെ ഡയമീറ്റർ നമ്മൾ എന്ത് ചെയ്യുക, ടോപ്പ് വ്യൂവിൽ കാണിക്കുക. ഇത്രയും വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് വ്യൂവിൽ ഇത്രയും സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിതിൽ പ്ലേറ്റുകളുടെ വ്യൂസ് എങ്ങനെ വരുന്നത് കാണിക്കണം. ഓക്കെ, അതിനായിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്ലേറ്റിൻ്റെ എൻഡ് പ്രൊജക്റ്റ് ചെയ്യുക. ആ 10 ഡിഗ്രിയുള്ള 2 ലൈനുകൾ മാർക്ക് ചെയ്യുക, ഈ സൈഡിലും മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ബോട്ടത്തിലും ടോപ്പിലും എന്ത് ചെയ്യുക, ആ പ്ലേറ്റ് കറക്റ്റായിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, പിന്നെ അടിയിൽ വരുന്നൊരു പ്ലേറ്റും ഉണ്ടാവും, അതിനെ നമ്മൾ ഹിഡൻ ആയിട്ട് ഇവിടെ കാണിക്കുകയും ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത പ്ലേറ്റ് ഇതേ സൈഡിൽ തന്നെ എന്ത് ചെയ്യുക, ഇപ്പുറത്തും നമ്മൾ കറക്റ്റായിട്ട് അത് വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. വരച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഈ 2 സ്ട്രാപ്പ് കവറുകളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ ജോയിൻ ചെയ്ത പ്ലേറ്റുകളുടെ എന്ത് ചെയ്യണം, ഇതിൽ കാണിക്കണം. ആ പ്ലേറ്റ് പറഞ്ഞാൽ ഈ സൈഡിലുള്ള പ്ലേറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇതേമാതിരി കറക്റ്റ് പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം ഇത് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു മാർക്കിങ് കാണിക്കുക, ഇത് ഇവിടെ വെച്ച് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, കണ്ടിന്യൂസ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു സിമ്പൽ ഉപയോഗിക്കാം. ഇനി അതേമാതിരി തന്നെ ഈ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യാം, അത് വരച്ച് കൃത്യമായിട്ട് ഇപ്പുറത്തെ സൈഡിലുള്ള പ്ലേറ്റും എന്ത് ചെയ്യുക, ഈ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ഈ പ്ലേറ്റും നമ്മൾ എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടലി ഈ ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിൻ്റ് എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് കംപ്ലീറ്റ് ആവും. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, സിംഗിൾ സ്ട്രാപ്പ് ജോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു റിവറ്റ് തന്നെയാണ് ഒരു റോ ഉണ്ടായിരിക്കുള്ളൂ. അതേമാതിരി തന്നെ ഒരു സ്ട്രാപ്പ് ആയിരിക്കും സിംഗിൾ സ്ട്രാപ്പിൽ ഉപയോഗിക്കുക. എന്നാൽ ഡബിൾ സ്ട്രാപ്പിലുള്ള വ്യത്യാസം എന്താണ്, താഴെയും മേലെയും ഓരോരോ സ്ട്രാപ്പ് കവറുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മളത് റിവറ്റ് ചെയ്യാൻ ഉപയോഗിക്കും. അതാണ് ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിൻ്റ്. അതാണ് ഇപ്പോൾ നമ്മൾ വരച്ചത്. ഓക്കെ, പിന്നെ ഇതിലുള്ളൊരു കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൽ ഉപയോഗിക്കുമ്പോൾ സ്ട്രാപ്പിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T1 = 1.125 T ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ T2 = 0.8 T ആണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഈ രീതിയിൽ വേണം ഇത് വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇതിലും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡയമെൻഷൻ ഇതിൽ കറക്റ്റായിട്ട് ഈ ഫിഗറിൽ നമ്മൾ എന്ത് ചെയ്യുക,
ഡയമെൻഷൻസ് മാർക്ക് ചെയ്യണം. ഓക്കെ, എം, മാർജിനും ഡിസ്റ്റൻസ് എല്ലായിടത്തും കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. T2 മാർക്ക് ചെയ്യുക. പ്ലേറ്റിൻ്റെ തിക്നെസ് മാർക്ക് ചെയ്യുക. പിന്നെ ഇവിടെയും T2 മാർക്ക് ചെയ്യുക. പിന്നെ ഡയമീറ്റർ മാർക്ക് ചെയ്യുക. പിന്നെ ഇവിടെ 3D എന്നുള്ള ഈ P എന്നുള്ളത് മാർക്ക് ചെയ്യുക. സെക്ഷൻ BB എന്നുള്ളത് കാണിക്കുക. ഇത്രയും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിഗർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ.